ബിനിൽ എവിടെ എത്തിയപ്പോൾ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതാ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. BJP പ്രവർത്തകർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന റോഡ് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ തുറന്ന വാഹനത്തിലേക്ക് പ്രവേശിക്കും. ഗുജറാത്തിൽ നിന്ന് എത്തിച്ച പ്രത്യേക വാഹനം, പുഷ്പാലങ്കൃതമാക്കിയ വാഹനം മണിക്കൂറുകൾക്ക് മുൻപേ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് മുന്നിൽ എത്തിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വാഹനത്തിൽ നിന്ന് പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ അദ്ദേഹം പ്രത്യേക വാഹനത്തിലേക്ക് കയറും. തുറന്ന ജീപ്പാണ് അദ്ദേഹത്തിന് റോഡ് ഷോയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ തുറന്ന വാഹനത്തിലേക്ക് പ്രവേശിക്കും. തുറന്ന വാഹനത്തിൽ അദ്ദേഹം ഈ റോഡിന് ഇരുവശവും കാത്തു നിൽക്കുന്ന BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് നീങ്ങും. അതിനുള്ള അവസാനവട്ട സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ SPGയുടെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ തുറന്ന വാഹനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വടക്കുംനാഥന്റെ മണ്ണിൽ നമ്മൾ എന്താണോ കണ്ടത്, വടക്കുംനാഥന്റെ മണ്ണിൽ സ്വരാജ് റൗണ്ടിനെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ കൊച്ചിയുടെ രാജനഗരിയുടെ ഇതാ മുന്നോട്ട് പോകുന്നു. റോഡിനിരുവശവും കാത്തു നിൽക്കുന്ന BJP പ്രവർത്തകരെ ഇരു കൈകളും നീട്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്ന വാഹനത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ കടന്നു വരികയാണ്. BJP പ്രവർത്തകർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ആവേശം നൽകിക്കൊണ്ട് ഇതാ നരേന്ദ്രമോദി വാഹനത്തിൽ, തുറന്ന വാഹനത്തിൽ റോഡിനിരുവശവും കാത്തു നിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനൊപ്പം നമ്മൾ തൃശൂരിൽ എന്താണോ കണ്ടത് അത് തന്നെ ആവർത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇതാ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരികയാണ്. റോഡിനിരുവശവും നിൽക്കുന്ന പ്രവർത്തകർ അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടി നൽകി അഭിവാദ്യം ചെയ്യുകയാണ്. വലിയ ആവേശമാണ് ഇപ്പോൾ കൊച്ചി രാജനഗരിയിൽ ഉണ്ടായിരിക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം താമസിക്കാൻ പോകുന്ന എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്കുള്ള റോഡിനിരുവശവും ഇതാ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം. തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ വലിയ ആവേശം വാരി വിതറിക്കൊണ്ട് അദ്ദേഹത്തിന്റെ റോഡ് ഷോ കടന്നു വരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഇരു കൈയും വീട്ടി തന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ കടന്നു പോകുന്നു. പുഷ്പവൃഷ്ടി നൽകി പ്രവർത്തകർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ സ്വീകരണമാണ് കൊച്ചി നൽകുന്നത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോയ്ക്ക് ഇരുവശവും കാത്തു നിൽക്കുന്ന 10,000-കണക്കിന് പ്രവർത്തകർ പുഷ്പവൃഷ്ടി നൽകി അദ്ദേഹത്തെ ആനയിക്കുന്നു. രാത്രിയിൽ വലിയ വെളിച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇതാ കൊച്ചിയുടെ രാജനഗരിയിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ തൃശൂരിൽ എന്താണോ കണ്ടത്, വടക്കുംനാഥന്റെ മണ്ണിൽ എങ്ങനെ ഇറങ്ങിയോ അതുപോലെ നരേന്ദ്രമോദി ഇതാ കൊച്ചിയുടെ രാജനഗരിയിലൂടെ തന്റെ റോഡ് ഷോയുമായി മുന്നോട്ട് പോകുന്നു. യുവം പരിപാടിയിൽ അദ്ദേഹം തേവരയിൽ നിന്ന് തേവര കോളേജിലേക്ക് നടത്തിയ റോഡ് ഷോയ്ക്ക് സമാനമായ രീതിയിൽ കൊച്ചിയെ ആവേശത്തിലാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതാ പ്രധാനമന്ത്രി നടത്തുന്ന വലിയ റോഡ് ഷോയാണ് ഇപ്പോൾ കൊച്ചിയിൽ സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന BJP പ്രവർത്തകർക്കിടയിലൂടെയാണ് അവരുടെ ആവേശമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ കടന്നുപോകുന്നത്. ബിനിൽ പുഷ്പവൃഷ്ടി കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ പ്രധാനമന്ത്രിയെ, പ്രിയ നേതാവിനെ, ജനനേതാവിനെ ഊഷ്മള വരവേൽപ്പോടുകൂടി കൊച്ചി രാജവീതി സ്വീകരിക്കുകയാണ്. അങ്ങനെ എത്രത്തോളം കാഴ്ചയ്ക്കും ഒപ്പം രാഷ്ട്രീയമായിട്ടൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം കരുത്ത് പകരുന്ന നിമിഷമാണിത്. BJPക്ക് രാഷ്ട്രീയമായി വലിയ കരുത്ത് പകരുന്ന നിമിഷം തന്നെയാണ്. ഒരു ഉത്സവാന്തരീക്ഷം തന്നെയാണ് കൊച്ചിയിൽ ഇപ്പോൾ BJP പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ നേതാവിനെ, തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറെ, BJPയെ 2ാം വട്ടവും അധികാരത്തിലെത്തിച്ച പ്രധാനമന്ത്രി, 3ാം വട്ടം അവർ അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന അവരുടെ നേതാവ് നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ സ്വീകരണമാണ് കൊച്ചിയിൽ BJP പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പായിരുന്നു ഈ റോഡ് ഷോയ്ക്കായി BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്.
അവർ മണിക്കൂറുകൾ കാത്തുനിന്ന ആ പ്രവർത്തകർ ഇപ്പോൾ BJP പ്രവർത്തകർ നരേന്ദ്രമോദിക്ക് പ്രത്യഭിവാദ്യം നൽകി മടങ്ങി പോകുന്ന കാഴ്ചയും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് പിന്നിട്ട് ജനറൽ ആശുപത്രി ജംഗ്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ ആവേശമാണ്. BJP പ്രവർത്തകർ ഇപ്പോൾ ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇരുവശവും നിന്നുകൊണ്ട് പുഷ്പവൃഷ്ടി നൽകിയവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെ BJPയുടെ ഏറ്റവും വലിയ നേതാവിനെ വലിയ ആവേശത്തോടുകൂടി സ്വീകരിച്ചാനയിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ എറണാകുളം ജെട്ടി ഭാഗത്തേക്ക് കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ജനറൽ ആശുപത്രി ജംഗ്ഷനിലൂടെ സുഭാഷ് പാർക്കിന് മുന്നിലെത്തി അവിടെ നിന്നാണ് എറണാകുളം ബോട്ട് ജെട്ടി വഴി ലോ കോളേജിന് മുന്നിലൂടെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ സമാപിക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് ദൈർഘ്യമുള്ള റോഡ് ഷോ വലിയ ആവേശം വാരി വിതറിക്കൊണ്ട് എന്താണോ നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്, വടക്കുന്നാഥന്റെ മണ്ണിൽ കണ്ടത്, അത് തന്നെയാണ് കൊച്ചിയുടെ രാജനഗരിയിലും പ്രധാനമന്ത്രി പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. വലിയ ആവേശം പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്നത്. ബിനിൽ, പ്രധാനമന്ത്രിയുടെ ഈ വസ്ത്രധാരണത്തിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഓരോ വരവിനും പ്രത്യേക രീതിയിലുള്ള സന്ദേശമൊക്കെ നൽകുന്ന വസ്ത്രധാരണമാണ്. അങ്ങനെയൊക്കെ പ്രധാനമന്ത്രിയെ അടുത്ത് കാണുമ്പോൾ ബിനിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്? പ്രജീഷ്, ഓരോ വരവിലും കൃത്യമായ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിലും തന്റെ രാഷ്ട്രീയം എടുത്തു പറയുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ വേഷവിധാനം അടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തൊപ്പി വെച്ചാണ് അദ്ദേഹം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. അതടക്കം കൃത്യമായ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുന്ന യാത്രയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ളത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ കടന്നു പോകുന്ന വഴിത്താരയിൽ ജയ് ശ്രീറാം വിളികളുമായിട്ടുള്ള പോസ്റ്ററുകൾ അടക്കം BJP പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് രാമജന്മഭൂമിയിൽ 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു. അതിനു മുന്നോടിയായി അദ്ദേഹം തൃപ്രയാർ രാമക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകുന്നു. അങ്ങനെ BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ പരിപാടികൾക്കൊപ്പം തന്നെ പ്രധാനമന്ത്രി രാജ്യത്തിന് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം ഓരോന്നും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വലിയ റോഡ് ഷോ തന്നെയാണ് കൊച്ചി നഗരത്തിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ ബോട്ട് ജെട്ടിയുടെ ഭാഗത്തേക്കാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ എത്തിച്ചേരുന്നത്. സുഭാഷ് പാർക്കിന് മുന്നിലൂടെ എറണാകുളം ബോട്ട് ജെട്ടിയിലേക്ക് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കടന്നു വരികയാണ്. തീർച്ചയായും ബിനിൽ സൂചിപ്പിച്ചതുപോലെ വലിയ തരംഗം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മോഡിയുടെ ഈ യാത്ര കടന്നു പോകുന്നു. അങ്ങനെ ആരവം മുഴക്കി ഇരു സൈഡുകളിലും റോഡിന്റെ വശങ്ങളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തകർ അങ്ങനെ അഭിവാദ്യം അർപ്പിക്കുന്നത്. പ്രവർത്തകരുടെ പുഷ്പവൃഷ്ടിയോട് പ്രധാനമന്ത്രി സന്തോഷപൂർവ്വം തന്നെ കരങ്ങൾ വീശി ഇരു സൈഡിലുമുള്ള ആളുകളെ ആർക്കും ഒരു തരത്തിലും അല്ലെങ്കിൽ അവരെയൊന്നും അഭിവാദ്യം അർപ്പിക്കുന്നത് വിട്ടുപോകാതെ രണ്ട് സൈഡിലുകളിലും കൈവീശിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ആ വാഹനത്തിൽ ഉള്ളത്. ബാക്കി സുരക്ഷാ അംഗങ്ങളുമുണ്ട്.